ഹലോ നമസ്കാരം. ഇന്ന് നവംബർ 14 ശിശുദിനം. അപ്പോൾ എല്ലാ കുട്ടികൾക്കും എൻ്റെ ശിശുദിന ആശംസകൾ. അതേപോലെ തന്നെ നവംബർ 14 വേൾഡ് ഡയബറ്റിക് ഡേ ആണ്. ഡയബറ്റിക് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡയബറ്റിക് ശിശുദിനം പോലെ ആഘോഷിക്കാനുള്ള ഒരു ദിവസമല്ല, പക്ഷേ ഡയബറ്റിക് അവയർനെസ് ഡേ ആണ് നവംബർ 14. ഇന്ന് ലോകത്ത് മില്യൺസ് ഓഫ് പീപ്പിൾ ആർ സഫറിങ് ഫ്രം ഡയബറ്റീസ്. സോ ഈ ഡയബറ്റിക്കിനെ നിവാരണം ചെയ്യുക അല്ലെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി WHO ഈ നവംബർ 14 വേൾഡ് ഡയബറ്റിക് ഡേ ആയി അതിൻ്റെ പ്രൊപ്പഗൻഡ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡയബറ്റിക് അവയർനെസ് പ്രൊപ്പഗൻഡ. സോ ഈ ഡയബറ്റിക്കിന് മെയിനായിട്ടുള്ള റീസൺ ഒരു ഇനാക്റ്റീവ് ലൈഫ് സ്റ്റൈലും അതേപോലെ തന്നെ നമ്മുടെ അൺഹെൽത്തി ഈറ്റിംഗ് പാറ്റേണുമാണ്. 2024 വേൾഡ് ഡയബറ്റിക് ഡേയുടെ തീം തന്നെ ബ്രേക്കിംഗ് ദി ബാരിയേഴ്സ് ആൻഡ് ബ്രിഡ്ജിങ് ദി ഗ്യാപ്പ് എന്നാണ്. അപ്പോൾ ഈ ബാരിയേഴ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്ത് കാരണം കൊണ്ടാണോ നമ്മൾ ആക്റ്റീവ് അല്ലാതിരിക്കാൻ ഉള്ള റീസൺസ്, അതായത് നിങ്ങളുടെ ബിസി ഷെഡ്യൂൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ട് ചിലപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റാത്തത്, ചിലപ്പോൾ നമുക്ക് സെൽഫ് മോട്ടിവേറ്റഡ് അല്ലാത്ത കാരണം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള അവയർനെസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. സോ എന്താണെങ്കിലും ഈ ബാരിയേഴ്സിനൊക്കെ റിമൂവ് ചെയ്തുകൊണ്ട് ഒരു ആക്റ്റീവ് ലൈഫ് സ്റ്റൈലിലേക്ക് പോകാനും അതേപോലെ നിങ്ങൾക്കതൊരു ബ്രിഡ്ജിങ് ദി ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എക്സസൈസ് ഇല്ലാത്തൊരവസ്ഥയും അതേപോലെ ആക്റ്റീവ് ലൈഫ് സ്റ്റൈലും ഈ ഒരു ഗ്യാപ്പ് നിങ്ങൾ നിവാരണം ചെയ്യാനുമാണ് ഈ ഒരു അവയർനെസ് പ്രോപ്പഗൻഡയുടെ പ്രധാന ഉദ്ദേശം. ഈ വേൾഡ് ഡയബറ്റിക് ഡേ 2024 പ്രധാന തീം തന്നെ ഇതാണ്. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയുക, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡോക്ടേഴ്സും എല്ലാവരും നോർമലി പറയുന്ന ഒരു കാര്യമാണ് ഡയബറ്റിക് പേഷ്യൻസിനോട് എക്സസൈസ് ചെയ്യാൻ. പക്ഷേ ഇവിടെ മെയിൻ ഒരു ചലഞ്ച് വരുന്നത് എന്താ വെച്ചാൽ എന്ത് എക്സസൈസ് ചെയ്യണമെന്നുള്ളത് പലർക്കും അറിയുന്നില്ല. അപ്പം ഞാൻ പറയുകയാണ്, നിങ്ങളുടെ സ്ട്രെങ്ത് ട്രെയിനിങ്, അതായത് വെയിറ്റ് ബിയറിംഗ് എക്സസൈസസ് അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെങ്ത് ആക്ടിവിറ്റീസാണ് ഡയബറ്റിക്കിന് ഏറ്റവും ഉചിതമായ എക്സസൈസ്. കാരണം നടക്കുന്നത് നല്ല എക്സസൈസ് ആണ്, അതല്ല എന്നല്ല പറയുന്നത്. പക്ഷേ സ്പെഷ്യലി വെയിറ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ട്രെങ്ത് എക്സസൈസ് എന്ന് പറയുന്നത് ഒരു അനൈറോബിക് എക്സസൈസ് ആണ്. ഈ സ്ട്രെങ്ത് ആക്ടിവിറ്റീസിന് സാധാരണയായിട്ട് നമ്മൾ ശരീരം യൂസ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് മസിൽ സ്റ്റോർ ചെയ്ത ഗ്ലൈക്കോജൻ ആണ്, അതായത് സ്റ്റോർഡ് ഫോം ഓഫ് ഗ്ലൂക്കോസ് ആണത്. അപ്പോൾ ഗ്ലൂക്കോസ് യൂസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ശരീരത്തിന് കൂടും വെയിറ്റ് ട്രെയിനിങ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ബാലൻസ് ചെയ്യാനും നിങ്ങളുടെ ഡയബറ്റിക് കണ്ടീഷനെ ഒരു പരിധിവരെ പ്രിവെൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനോ നിങ്ങൾക്ക് വെയിറ്റ് ട്രെയിനിങ് വളരെയധികം ഉപകരിക്കും. പക്ഷേ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും എക്സസൈസ് ചെയ്യുമ്പോൾ വളരെ ഇതിനെപ്പറ്റി വ്യക്തമായ ധാരണയുള്ളതും വ്യക്തമായ നോളജ് ഉള്ളതുമായുള്ള ട്രെയിനേഴ്സിൻ്റെ അണ്ടറിൽ ചെയ്യാൻ ശ്രദ്ധിക്കണം. കാരണം ഒരു ഡയബറ്റിക് ആയ ആളോ അല്ലെങ്കിൽ ഒരു പ്രീ ഡയബറ്റിക് കണ്ടീഷൻ ഫേസ് ചെയ്യുന്ന ഒരു വ്യക്തിയോ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഗ്ലൂക്കോസ് ലെവൽ വളരെ പെട്ടെന്ന് ഡൗൺ ആവാനും, അതായത് ഹൈപ്പോഗ്ലൈസീമിയ എന്നുള്ളൊരു സ്റ്റേജിലേക്ക് പോകാനും എക്സസൈസ് ഇൻഡ്യൂസ്ഡ് ഹൈപ്പോഗ്ലൈസീമിയ എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ വെയിറ്റ് ട്രെയിനിങ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫുൾ ബോഡി യൂസ് ചെയ്യുന്ന രീതിയിൽ, അതായത് മാക്സിമം മസിൽസിനെ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള മോഡറേറ്റ് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ലൈറ്റ് ഇൻറ്റൻസിറ്റി വെയിറ്റ് അല്ലെങ്കിൽ സ്ട്രെങ്ത് ആക്ടിവിറ്റീസ് യൂസ് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ക്വാട്ടും അതേപോലെ നിങ്ങളുടെ പുഷപ്സും പിന്നെ പ്ലാങ്ക് ഒക്കെ യൂസ് ചെയ്ത്. കാരണം മൾട്ടിപ്പിൾ മസിൽസ് മാക്സിമം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രമാത്രം നിങ്ങൾക്ക് ഗ്ലൈക്കോജനെ യൂസ് ചെയ്യാനും അതുപോലെ ഗ്ലൂക്കോസിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനും ഇങ്ങനത്തെ ആക്ടിവിറ്റി കൊണ്ട് പറ്റും. സോ അഗെയിൻ പക്ഷേ റിപ്പീറ്റായിട്ട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സർട്ടിഫൈഡ് ട്രെയിനർ അല്ല, ഇതിനെപ്പറ്റി നിങ്ങൾക്ക് വ്യക്തമായ ധാരണയുള്ള ട്രെയിനേഴ്സിൻ്റെ അണ്ടറിൽ നിങ്ങൾ ട്രെയിനിങ് ചെയ്യാനാണ് എൻ്റെ സജഷൻ. പിന്നെ അപ്പോൾ വൺസ് അഗെയിൻ നിങ്ങളോട് ഞാൻ പറയുകയാണ്, പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. ഈ ഒരു ബാരിയറിനെ ബ്രേക്ക് ചെയ്യുക, അതേപോലെ ഈ ഒരു ഗ്യാപ്പ് നോൺ എക്സസൈസ് അല്ലെങ്കിൽ ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ എന്നുള്ളൊരു ഈ ഒരു ഗ്യാപ്പ് നിങ്ങൾ റെഡ്യൂസ് ചെയ്തുകൊണ്ട് ബി വെരി ആക്റ്റീവ്. സോ ലീഡ് ആൻ ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ. സോ താങ്ക് യു. നമസ്കാരം.